ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ആർളം ഫാമിൽ ആദിവാസികളെ കാട്ടാന കൊന്നതിൻ്റെ ഉത്തരവാദികളായ ജില്ലാ കളക്ടർക്കും പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നരഹത്യ കേസെടുക്കണമെന്ന് ആദിവാസി ഗോത്ര മഹാസഭ സ്റ്റേറ്റ് കോർഡിനേറ്റർ എം ഗീതാനന്ദൻ. ആർളം ഫാമിൽ വെള്ളി ലീല ദമ്പതികളെ കാട്ടാന കൊന്നതിൻ്റെ ഭരണപരമായ ഉത്തരവാദിത്തം ആദിവാസി പുനരധിവാസ മിഷൻ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടർക്കും മിഷൻ ജില്ലാ കൺവീനർ എന്ന നിലയിൽ ജില്ലാ പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ്. ബോധപൂർവമല്ലാത്ത നരഹത്യാ വകുപ്പുകൾ ചാർത്തി ഇവർക്കെതിരെ കേസെടുക്കാൻ ദേശീയ പട്ടികവർഗ കമ്മീഷനെയും സംസ്ഥാന പട്ടികവർഗ കമ്മീഷനെയും ആദിവാസി സംഘടനകൾ സമീപിക്കുമെന്നും ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോനോടൊപ്പം കണ്ണൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഗീതാനന്ദൻ ആവശ്യപ്പെട്ടു. വന്യജീവി സംരക്ഷണം മാത്രം ചുമതലയുള്ള വനം വകുപ്പാണ് ആദിവാസികൾക്ക് സംരക്ഷണം നൽകേണ്ടതെന്ന പ്രചരണം അടിസ്ഥാനമില്ലാതാണെന്ന് ഗീതാനന്ദൻ പറഞ്ഞു. ആർളം ഫാമിൽ വനം വകുപ്പിന്റെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ചതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയത്. അവിടെ പുനരധിവാസം തുടങ്ങിയതിനു ശേഷം 16ാമത്തെ കൊലയാണിത്. ആർളം ഫാമിൽ കുടിയിരുത്തപ്പെട്ടവർക്ക് സംരക്ഷണം നൽകാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയേറെ പേർ കൊല ചെയ്യപ്പെട്ടത്. ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വന്നവരാണ് ആദിവാസികൾ. എന്നാൽ സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്തില്ല. ഒരു ദശകത്തോളമായി കൊലകളുടെ പരമ്പര ഉണ്ടായിട്ടും ആദിവാസി പുനരധിവാസ മിഷൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികളെടുത്തില്ല. ഏഷ്യയിലെ മാതൃക പുനരധിവാസമായിട്ടും ആദിവാസികൾ കൊല്ലപ്പെടുമ്പോൾ നിഷ്ക്രിയമായ സമീപനം തുടർന്നു വന്നു. ആദിവാസി പുനരധിവാസത്തിനായി 42 കോടി രൂപ നൽകി ആർളം ഫാം വിലക്ക് വാങ്ങുമ്പോൾ 13 കിലോമീറ്റർ നീളത്തിൽ വൈദ്യുതി വേലി ഉണ്ടായിരുന്നു. ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ശേഷം വൈദ്യുത വേലി നീക്കം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്തു. ആദിവാസി പുനരധിവാസ മേഖലയോട് ചേർന്ന് വന്യജീവി സങ്കേതത്തെ ജുറാസി പാർക്ക് പോലെ തുറന്ന നിലയിലാക്കി. ഈ മിഷൻ്റെതാണ് ആദിവാസി മിഷൻ എന്ന് പറയുന്നൊരു സംവിധാനം. എല്ലാ ഔദ്യോഗിക ചർച്ചകളും ഒരു അടിമയെ പോലെ അവർക്കൊരു വോയിസ്ലെസ്സായി അവരുടെ പവർ എന്താണെന്നറിയാതെ സർവകക്ഷി യോഗങ്ങൾ ഇതെല്ലാം വനംവകുപ്പാണ് ചെയ്യേണ്ടതെന്നുള്ള നിലയിൽ അവിടെ വനംവകുപ്പ് ഓഫീസിനെതിരെ പിക്കറ്റിംഗ് നടക്കുന്നു, ധർണ നടക്കുന്നു. അവരാണിത് ചെയ്യേണ്ടതെന്നുള്ള നിലയിൽ അവർ പല ആശയങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നടക്കില്ല. കാരണം അവരുടെ ഭരണപരമായ ഉത്തരവാദിത്വം അല്ലാതെ അവരത് മറച്ചു വെക്കുകയും ചെയ്യും. ഞങ്ങളുടെ പണിയല്ല ഇതെന്ന് അവരൊരിക്കലും പറയില്ല. കാരണം ആ സാധ്യത ഉപയോഗിച്ച് പതുക്കെ ഈ ഭൂമിയിൽ നുഴഞ്ഞു കയറുകയും അവർ ആദിവാസി ഭൂമിയിൽ ഒട്ടേറെ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുകയും കുറേയധികം ഭൂമി കരസ്ഥമാക്കാനും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. വംശീയമായ അവഗണനയോടെ ബോധപൂർവമായ നരഹത്യ നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ദേശീയ ഗോത്രവർഗ കമ്മീഷനെയും സംസ്ഥാന ഗോത്രവർഗ കമ്മീഷനെയും കോടതിയെയും ആദിവാസി സംഘടനകൾ സമീപിക്കുമെന്നും ഗീതാനന്ദൻ പറഞ്ഞു. കെ ഷൈജു, കെ എസ് രാമു, കെ രതീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.